ആടുന്ന പോരാട്ടക്കാരാണ്. മറ്റേത് അവിശ്വാസികൾ. അല്ലാണ്ട് പ്രയോഗം നോക്കിങ്ങള്, ഒരു സംഘത്തിന് ലക്ഷ്യമുണ്ട്, അള്ളാഹുവിന്റെ സബീലാണ് ലക്ഷ്യം. മറ്റേ സംഘത്തിന് ലക്ഷ്യമില്ല, അവർ അവിശ്വാസികളാണ്. അവർക്കെന്താ ലക്ഷ്യം? പോരാട്ടം വന്നാ പോരാടുക, മരിക്കുകയാണെങ്കിൽ മരിച്ചിട്ട് പിന്നെ മണ്ണാകുക, അതന്നെ പോലെ വെപ്പ്. അല്ലല്ല, ആഖിറല്ല, പരലോകല്ല, മറ്റില്ല. അതാ അള്ള പറയുന്നത്. ഒരു സംഘം അള്ളാഹുവിന്റെ സബീലിന് വേണ്ടിയുള്ള പോരാട്ടക്കാർ, ലക്ഷ്യമുണ്ട്, അള്ളാഹുവിന്റെ ദീനാണ് അവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ സംഘം കാഫിറ, മറ്റേ സംഘം അവിശ്വാസികൾ. ഈ രണ്ട് സംഘത്തിലും നിങ്ങൾക്ക് വല്ലാത്ത ആയത്തുണ്ട്. എന്താ ആയത്ത്? യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. ഈ കാഫിർ സംഘം എതിരാളികളായ മുസ്ലിം സംഘത്തെ തങ്ങളുടെ ഇരട്ടിയായി കാണുന്നു. റഅയൽ ഐൻ, കണ്ണിന്റെ കാഴ്ചയിൽ ഇരട്ടിയായി കാണുന്നു. ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അല്ലാഹു തആല അവനിഷ്ട ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു അങ്ങ് സഹായിക്കും, അങ്ങനെ അല്ലാഹു ബലപ്പെടുത്തും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അകത്ത് കണ്ണുള്ളവന് ഇതിലൊക്കെ വല്ലാത്ത പാഠമുണ്ട്. മുഖത്തെ കണ്ണ് പോരാ, അകത്ത് കണ്ണ് വേണം, എന്നാൽ അവർക്കൊക്കെ പാഠമുണ്ട്. അല്ലാഹു ബദരീങ്ങളിലെ രണ്ട് സംഘത്തെ വിലയിരുത്തിയാൽ അകത്ത് കണ്ണുള്ളവന് പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ വിശ്വാസികൾക്കൊക്കെ പാഠമുണ്ട്. അല്ലാഹു തആല നിങ്ങൾ ശത്രുക്കളായ ജൂതന്മാർക്ക് പാഠമുണ്ട്. ആലു ഇമ്രാനിലെ 13-ാമത്തെ ആയത്ത്. മദീനാവാസികളായ ജൂതന്മാര് മദറിൽ നിന്ന് മടങ്ങി വന്ന് റസൂലുള്ളാഹ് ബദറിലെ സ്വഹാബത്തിന്റെ ബദരീങ്ങളുടെ വിജയമൊക്കെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുമ്പോ ജൂതന്മാർക്കിടയിൽ വല്ലാത്ത വിഷമം, ആകെ അസൂയ കൊണ്ട് കണ്ട് നിറക്കപ്പെട്ട കൂട്ടരല്ലേ അവര്. ആ മദീനത്തെ ജൂതന്മാര് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളോട് ദമ്മെടുക്കണ്ട, ഖുറൈശികളോട് ജയിച്ചേ കണ്ട്. ഖുറൈശികള് എന്ന് പറഞ്ഞാൽ ആരാ? പഹാനി അറബികള്, യുദ്ധം തിരിയാത്തവര്, പോരാട്ടം തിരിയാത്തവര്, യുദ്ധ പാരമ്പര്യമില്ലാത്തവര്, വംശപാരമ്പര്യമില്ലാത്തവര്. ഈ നിങ്ങളുടെ ഈ കാടൻ അറബികളോട് പോരാടി ജയിച്ചത് കണ്ടിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇതൊന്നും വരണ്ട. ഞങ്ങൾ പോരാട്ട വീര്യമുള്ള ഒരു വലിയ തലമുറയുടെ പിൻഗാമികളാണ്, വംശീയ മഹത്വമുള്ളവരാണ്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാമുണ്ട്. മദീനത്തെ കണ്ണായ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ ഉടമസ്ഥതയിലാണ്, സ്വത്തും ആയുധവും എണ്ണബലവും ഒക്കെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളോട് ജയിക്കൂല എന്ന് ജൂതന്മാർ. ഇത് പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്. ഇതിനായത്ത് ലഖദ് കാന ലക്കും എന്ന് പറഞ്ഞത് ആരോട് എന്ന് മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നുണ്ട്. ജൂതന്മാര് പറയാ ഞങ്ങളോട് ജയിക്കൂല, ഖുറൈശികളോട് ജയിച്ചേ കണ്ട് ഞങ്ങളോട് ജയിക്കൂല. അപ്പൊ അവരോടോ മൊത്തം മനുഷ്യ വിഭാഗത്തോടോ അള്ളാഹു പറയുന്നു, അല്ലടോ, ബദറിലെ ജയം ചെറുതല്ല. ബദറിലെ രണ്ട് സംഘത്തെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തം അതിലുണ്ട്. എന്താ ആയത്ത്? മുഅ്ജിസത്തിനാണ് ഈ ആയത്ത് എന്ന് പറയല് ഖുർആനില്. മുഅ്ജിസത്തിന്, അതായത് മനുഷ്യനിൽ നിന്നല്ല, ഇത് ദൈവികമാണ്, അള്ളാഹുവിൻ്റെതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവ് അതിലുണ്ട് ഈ രണ്ട് സംഘത്തെ വിലയിരുത്തിയാൽ. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. ഒന്നിന് ലക്ഷ്യമുണ്ട്, അള്ളാഹുവിന്റെ ദീനാണ് അവരുടെ ലക്ഷ്യം, ഈ യോദ്ധാക്കൾ. രണ്ടാമത്തെ സംഘമോ കാഫിറത്ത്. അതിൽ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ദൂതനാണെന്നതിന് ലക്ഷ്യമുണ്ട്. ഇസ്ലാം അള്ളാഹുവിന്റെ ദീന് ഹക്കാണെന്നതിന് ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വേദമാണെന്നതിന് ലക്ഷ്യമുണ്ട്. ഖിയാമത്ത് നാൾ വരേക്കും നബിയുടെ നുബുവ്വത്തിന്റെ ലക്ഷ്യമാണത്, ഖുർആനിന്റെ സത്യതയുടെ ലക്ഷ്യമാണത്, ഇസ്ലാമിന്റെ സത്യതയുടെ ലക്ഷ്യമാണത്. ബദരീങ്ങളെയും ബദറിലെ പോരാളികളായ എതിരാളികളെയും വിലയിരുത്തിയാൽ ഇസ്ലാമിന്റെ അജയ്യത വ്യക്തമാകും, ഇസ്ലാമിന്റെ സത്യത ബോധ്യപ്പെടും, അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവ്വത്തും റിസാലത്തും ബോധ്യപ്പെടും. വലിയ ദൃഷ്ടാന്തമാണ്. നബി ദൃഷ്ടാന്തമായതുപോലെ ബദർ യുദ്ധം ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. തങ്ങളുടെ എതിരാളികളായ അള്ളാഹുവിന്റെ സംഘത്തെ ശത്രുക്കൾ കാണല്ലേ ഇരട്ടിയായിട്ട്. ഇരട്ടി എന്ന് പറഞ്ഞാൽ നോക്കണങ്ങള്, നേരെ ഇരട്ടിന്റെ അപ്പുറം ഒരു സംഘം കൂടി കൂടിയതാണ് ഖുറൈശികള് 1000. ഇവര് 300 ചില്ലാനോ. 300 1000 തമ്മിലുള്ള ബലം നോക്കിയാണെങ്കിൽ 300 300 600 600 300 900 ഇരട്ടിമൊന്നും വിട്ടിട്ട് ഒരു മിസിലും കൂടിയിട്ട് അതിന്റെ അപ്പുറം ഉണ്ടിവർ. ഈ 1000 വരുന്ന സേന യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, തങ്ങളുടെ ഇരട്ടിയായി 2000 കാണുന്നു 300 ആളെ.
300 ആളെ 2000 അവിശ്വാസികൾ കാണുന്നു എന്നതൊരു അത്ഭുതമാണോ? അതാണ് ബദറിൽ സംഭവിച്ചത്. ബദറിലെ ഈ സംഭവം അയവിറക്കുന്ന ഒരാൾക്ക് അവിടെ പാഠമില്ലേ? വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അള്ളാഹു അവന്റെ സഹായം നൽകുന്നത് അവനുദ്ദേശിക്കുന്ന അവന്റെ അടിയങ്ങൾക്കായിരിക്കും എന്ന് ഇതിൽ പാഠമുണ്ട്. ഇതിന് പക്ഷേ മുഖത്ത് കണ്ണ് പോരാ, അകത്ത് കണ്ണ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വാക്കാണ്. മുഖത്തെ കണ്ണ് പോരാ. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. ഒരു ചെറിയ അക്ഷരം പോലും വെറുതെ പോകൂല ഖുർആൻ. ഇന്ന ഫീ ദാലിക, അപ്പറഞ്ഞതിലുണ്ട് നിശ്ചയം, ലഇബ്റത്തൻ, നല്ല ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാൻ വേണ്ട പാഠമുണ്ട്. ആർക്ക്? ലിഉലിൽ അബ്സാർ, അകത്തു കണ്ണുള്ളവർക്ക്. അകത്തെ കണ്ണുകൊണ്ട് ചിന്തിച്ചാൽ വലിയ പാഠമുണ്ട്. ഇതെന്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്? ഇവിടെയാണ് ബദരീങ്ങളുടെ സ്ഥാനം. അവിടെ ഫലസ്തീനികൾ വരൂല. 30,000 പേരടങ്ങി പോരാടിയ യുദ്ധമുണ്ട് ഇസ്ലാമിന്. വലിയ വലിയ പോരാട്ടം നടന്ന യുദ്ധം ഞാൻ പറഞ്ഞില്ലേ. ഖാദിസിയ യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ ആഴ്ചകളോളം നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു. സൈനിക ബലം മുസ്ലിം പ്രകൃതിക്ക് എത്രയോ വമ്പൻ. അള്ളാന്റെ റസൂലിന്റെ പോരാട്ടങ്ങളിൽ തന്നെ 10,000 സ്വഹാബാക്കൾ ഒന്നിച്ചു നിന്നിട്ട് ഒരു ഇല അനങ്ങാതെ മക്ക രാജ്യം തിരിച്ചു പിടിച്ച മക്കം ഫതഹ് നടന്നത് ഇതുപോലെ റമദാനിലാണ്. പക്ഷേ മക്കം ഫതഹിൽ പാഠമുണ്ട്. മക്കം ഫതഹിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് ബദരീങ്ങളെ പോലെ ലോകം പറയുന്നില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഖാമുഖം നടക്കുന്ന ഒന്നാമത്തെ യുദ്ധം, ഈ മുഖാമുഖം നടക്കുന്ന ഒന്നാമത്തെ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ വിജയക്കൊടി പറന്നില്ലെങ്കിൽ അന്നിവിടെ ഇസ്ലാമില്ല, പിറ്റേന്നാളും ഇസ്ലാമില്ല, പിന്നെയും ഇസ്ലാമില്ല. ഇസ്ലാം ഇവിടെ നിലനിന്നത് ബദർ കൊണ്ടാണ്. അപ്പൊ ബദറിന്റെ പോരാട്ട വീര്യം, ബദരീങ്ങളുടെ പോരാട്ട വീര്യം, ബദരീങ്ങളുടെ ത്യാഗസന്നദ്ധത എന്നതിൽ മാത്രം പരിമിതമല്ല. അതിജീവനത്തിന് വേണ്ടി ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും സന്ദേശവും എന്താണോ ആ സന്ദേശം ബദർ നൽകുന്നത് പോലെ വേറൊരു യുദ്ധവും ലോകത്തിന് മുമ്പിൽ വെക്കുന്നുമില്ല. ഇന്നടക്കമുള്ള മുസ്ലിം പോരാളികൾക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ പാഠം നൽകുന്നതായി അവർ കാണുന്നത് ഏത് യുദ്ധമാണ്? ബദർ അല്ലേ? ആയുധമെടുക്കുന്ന ഏത് ചെറുപ്പക്കാരനും മുസ്ലിമീങ്ങൾക്കും ആവശ്യത്തിനാവട്ടെ അനാവശ്യത്തിനാവട്ടെ, നിയമപരമാവട്ടെ നിയമവിധേയമല്ലാതെ ആവട്ടെ, തീവ്രവാദപരമാകട്ടെ ശരിയായ ഇസ്ലാമികമാകട്ടെ, ഞാൻ അവിടേക്കൊന്നും കടക്കല്ല, ആരും പറയതാ ബദർ. ബദർ, ആ ബദറാണ് ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന സന്ദേശം നൽകുന്ന മഹത്തായ സംഭവം. പോരാട്ടം ചെറുതാവാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിക്കൂറുകളാകാം, പക്ഷെ ബദർ സൃഷ്ടിച്ച പ്രതികരണം, ബദർ ഉണ്ടാക്കി തീർത്ത വിപ്ലവം, ബദർ ഉണ്ടാക്കി തീർത്ത പരിവർത്തനം, ഇസ്ലാമിനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ, അള്ളാഹുവിന്റെ ഇബാദത്തിനെ ഇവിടെ കുടിയിരുത്താൻ, അള്ളാഹുവിന്റെ അടിയങ്ങളെ ഇവിടെ എന്നത്തേക്കുമായി ഉറപ്പിക്കാൻ ബദറിനോളം പങ്കുവഹിച്ച, ബദറിനോളം സ്വാധീനമുള്ള ഒരു ചരിത്ര സംഭവം വേറെയില്ല തന്നെ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവൻ ശരിക്കും രോമാഞ്ചമുണ്ടാകേണ്ടതെല്ലാം ബദർ നൽകുന്നുണ്ട്. ഞാനതാ പറയുന്നത്, 300-ൽ പരം ആളുകളെ ശരിക്ക് കൃത്യമായി നിർത്തിയിട്ട്, വളവ് തെറ്റാതെ നിർത്തിയിട്ട്, ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യ വേളയിൽ ഒന്നിങ്ങനെ നോക്കി. മോചിതത്തിന്റെ കാഴ്ച ഒന്നും നബിക്ക് വേണ്ട, നബി ശരിക്കെന്നെ കാണും, കണ്ടാലും ഉറക്കാത്ത ശരിയായ ബലമുള്ള മനസ്സാണ് അള്ളാഹുവിന്റെ റസൂൽ. ഒരു അറിയില്ല, സ്വഹാബാക്കൾക്ക് മോചിതത്ത് വേണം, കാരണം ചിലപ്പം പേടിച്ചു പോകും ദുർബലര്, അവർക്കാണ് ഈ മോചിതത്ത്. അങ്ങനെയുള്ള മോചിതത്ത് വേണ്ട. സ്വഹാബാക്കൾക്ക് ഇരട്ടിയായിട്ട് അങ്ങോട്ടും കാണിക്കും ഇങ്ങോട്ടും കാണിക്കും, ഇതൊക്കെ ബദറിൽ നടന്നിട്ടുണ്ട്. ഇതിൽ അള്ളാന്റെ റസൂല് ആദ്യ വേളയിൽ ഇങ്ങനെ നോക്കുമ്പോ 1000 പേരടങ്ങുന്ന ഒരു വലിയ സേന, സർവായുധ വിഭൂഷിതരായി. കുതിരസേന എത്രയാ! ആ കുതിരസേനക്കാർക്കൊക്കെയും അങ്കിണ്ട്. അങ്കിണ്ട് എന്ന് പറഞ്ഞാൽ അറിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ണല്ലാതെ മറ്റൊന്നും പുറത്ത് കാണാത്ത വിധം ഇരുമ്പിന്റെ പടയങ്കിണ്ട്. ഇരുമ്പിന്റെ പടയങ്കി. ബോംബല്ലല്ലോ ആയുധം, വാളല്ലേ, വാള്, ഇസ്ലാമിന്റെ വാൾ, ഇസ്ലാമിന്റെ ബലമായ വാളായുധം. ആ വാളെന്ന ആയുധത്തിന്റെ മുൻപിൽ ശരിക്കും പ്രതിരോധം തീർക്കാൻ കണ്ണിന്റെ ഈ കൃഷ്ണമണി അല്ലാത്ത ബാക്കി മുഴുവൻ മൂടുന്ന ഇരുമ്പിന്റെ അങ്കി ധരിച്ചു വന്ന പടയാളികൾക്ക് ആരെ പേടിക്കണം? എന്ത് പേടിക്കണം? കണ്ണിന്റെ ഉള്ളിൽ തന്നെ നോക്കിയിട്ട് വാളുകൊണ്ട് വെട്ടാനൊന്നും വല്ലാതെ കഴിയില്ല, അത് വല്ലാത്ത പാടവും വേണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു തന്റെ മുന്നിലേക്ക് വന്ന ഒരു പോരാളിയെ നോക്കുമ്പോ, വമ്പനായിട്ട് ഒരാളിന് വന്നിട്ട് നോക്കി നോക്കുമ്പോൾ കാണാൻ കണ്ണെന്നെ ഉള്ളൂ. മൂപ്പർ പറയാ, ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയ കുന്താണുള്ളത്, ആ കുന്തെടുത്തിട്ട് കണ്ണിന് നോക്കി ലക്ഷ്യമാക്കി ഒരൊറ്റ ഏറ്,
ഉദ്ദേശിച്ച കണ്ണിന്റെ ഉള്ളിലാണ് തറച്ചിട്ട് അയാൾ അത് വീണെങ്കിലും പെട്ടെന്ന് അത് മരിക്കണെങ്കിലും